ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളെ GIB എക്സാമിനേഷൻ നാളെയല്ലാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ സമയം എൻ്റെ മക്കൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെയാണ്. നമ്മൾ നീറ്റ് എക്സാമിനേഷൻ്റെ സമയം എപ്പോഴാണോ അതേ സമയത്താണ് Xylem GIB എക്സാമിനേഷൻ നമ്മൾ നടത്തുന്നത്. സോ നമുക്ക് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോട്ട് ചെയ്താലോ. കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, കോട്ടയ്ക്കൽ, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ട്രിവാൻഡ്രം, ഇത്രയും ഡിസ്ട്രിക്റ്റിലുള്ള Xylem ഹൈബ്രിഡ് സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുക. അതേപോലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ Xylem ട്യൂഷൻ സെൻറ്ററിലാണ് എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുക. ഇനി അവിടെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, പല മക്കൾക്കും ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിനേഷൻ നടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതാണോ അതിൽ സെൻറ്റർ വരുന്നത്, അവിടെ എക്സാമിനേഷൻ്റെ മുന്നേ 1 മണിക്കൂർ മുന്നേ നിങ്ങൾ എത്തിയിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ അവിടെ അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ സെൻറ്ററിലേക്ക് എത്തുക, സ്പോട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ GIB എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നീറ്റ് എക്സാമിനേഷൻ പോലത്തെ എക്സാം എഴുതുന്നതിന് മുന്നേ അതിൻ്റെ റിഹേഴ്സൽ കറക്റ്റ് ആവണ്ടേ, ആ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആവണ്ടേ. പല മക്കളും ചിലപ്പം വീട്ടിലിരുന്ന് പഠിച്ച കുട്ടികളുണ്ടാവും. സോ പ്രത്യേകിച്ച് ആ ഒരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിലേ എക്സാമിനേഷൻ അടിപൊളിയാവുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു 8ഓളം മോക്ക് ടെസ്റ്റ് സീരീസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. സോ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് വർക്കേഴ്സ്. ബൈ.